നമ്മളൊരുപാട് ചിരിപ്പിച്ച് അതുപോലെ തന്നെ ക്യാൻസർ വന്ന് മരിച്ചു പോയ പാവം മച്ചാൻ വർഗീസിനെയാണ് നമ്മളിന്ന് ഓർമ്മപ്പെടുത്തുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മച്ചാൻ വർഗീസിൻ്റെ മീശമാധവനിൽ എന്ന ചിത്രത്തിലെ ആ ലൈമാൻ്റെ റോള് എപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഒരു പാവം മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഒന്നും മരിക്കേണ്ട വ്യക്തിയല്ല അദ്ദേഹം ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. പക്ഷേ ഒരു പനി വന്ന പോലെയാണ് മൂപ്പര്. ഒരു ക്യാൻസർ വന്ന രോഗിയുടെ കാര്യമാണ് നമ്മൾ പറയണത്. ഒരു പനി വന്ന പോലെ മറ്റുള്ള നടന്മാരോടും സുഹൃത്തുക്കളോടും എല്ലാം വിളിച്ച് പറഞ്ഞത് എന്താണ്, അതെ എനിക്ക് ക്യാൻസർ ആണ് കേട്ടോ. അത് ചിരിച്ചിട്ടാണ് പറയണത്. ഒരു ടെൻഷനും ഇല്ല. ക്യാൻസറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പകുതി ജീവൻ പോകും. പക്ഷെ നമ്മുടെ ലാൽ ജോസ് വരെ പറയണത് എന്താ, വളരെ ലാഭത്തോടെ മൂപ്പര് വിളിച്ച് പറയണത് എനിക്ക് ക്യാൻസറാണെന്നുള്ളത്. അപ്പോൾ അതിനെ ക്യാൻസറിനെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നേരിട്ട് ക്യാൻസർക്ക് കീഴടങ്ങിയ ഒരു വ്യക്തിയാണ് മച്ചാൻ വർഗീസ്. ഒരിക്കലും ദുഃഖിതനായിട്ട് മച്ചാൻ വർഗീസിനെ ഒരാൾ പോലും സെറ്റിൽ കണ്ടിട്ടില്ല. അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് മൂപ്പർക്ക്. എപ്പോഴും രോഗം വന്നാലും മൂപ്പർക്ക് എല്ലാവരും ചെറുപ്പിച്ച് കളിപ്പിച്ച് എല്ലാവർക്കും വിഷമമാണ് മൂപ്പരെ കാണുമ്പോൾ, സങ്കടം. പക്ഷെ മൂപ്പര് മുഖത്ത് അങ്ങനെ വിഷമോ സങ്കടമോ ഒന്നുമില്ല. മൂപ്പര് ലൊക്കേഷനിലേക്ക് ഒരു വളർത്തുന്ന അതിനെയും കൊണ്ടുവരും, അതിൻ്റെ കൂടെ കളിക്കുകയും ചെറിക്കും, അതിനെ കാണിച്ചുള്ള കോമഡി, അതുപോലെ തന്നെ നടന്മാരുടെ കൂടെ കോമഡി ഇങ്ങനെ കാണിക്കും. ഒരിക്കലും ദുഃഖിച്ച് വീട്ടിലായാലും ലൊക്കേഷനിലായാലും പരിചയക്കാരെ കാണുമ്പോഴായാലും ഒരിക്കലും ക്യാൻസറാന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ച് ശരിക്കും മച്ചാൻ വർഗീസിനെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആർക്കും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു പ്രത്യേകത. അത് ഒരു പനി വന്നു കഴിഞ്ഞാൽ വാടി പോണ ആൾക്കാരെ നമ്മൾ, ഒരു ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ജീവിച്ചു പോകുമ്പോൾ മച്ചാൻ വർഗീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ക്യാൻസർ എന്ന് അറിഞ്ഞിട്ട് പോലെ എല്ലാവർക്കും ചിരിച്ച് പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വളർത്തുനായുണ്ട്. എവിടെ പോയാലും മൂപ്പരേനെ കൊണ്ടുപോകും, ലൊക്കേഷനിലും കൊണ്ടുപോകും. ലൊക്കേഷനിലുള്ളവർക്കൊക്കെ അത് വലിയൊരു കൗതുകമാണ്, നായും മൂപ്പരും തമ്മിലുള്ള ആ ബന്ധം. പക്ഷെ വലിയ റോളുകളിലേക്കൊന്നും മലയാള സിനിമ മച്ചാൻ വർഗീസിനെ കൊണ്ടുപോയില്ല. അതിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. മച്ചാൻ വർഗീസിന് നല്ല ക്യാരക്ടർ റോള് കിട്ടുക വെച്ചാൽ നല്ല സലീം കുമാറിൻ്റെ പോലെ കയറി പോണ ഒരു വ്യക്തിയാണ്. പക്ഷേ നല്ല റോളുകളോ അതുപോലെ തന്നെ നല്ല കഥാപാത്രങ്ങളോ മൂപ്പർക്ക് കിട്ടിയില്ല. അതിൽ മൂപ്പർക്ക് വിഷമമില്ല, പക്ഷേ പ്രേക്ഷകരായ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമഡീനായിട്ട് കാണാൻ തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ അതിൽ നിന്ന് കവർ ചെയ്ത് കടന്ന ആൾക്കാരാണ് സലീം കുമാർ, അതുപോലെ തന്നെ കൊച്ചിൻ അനീഫ്, അങ്ങനെ കുറച്ച് ആൾക്കാർ ചവിട്ടി കയറിയിട്ടുണ്ട്. അത് അവരെ ബന്ധങ്ങൾ വെച്ചിട്ടാണ്. അവർക്ക് ബന്ധങ്ങൾ വെച്ചിട്ട് അവരെ കൊടുക്കുന്ന ഉറപ്പാണത്. അതുകൊണ്ടാണ് മലയാള സിനിമ ഒരു വില്ലനായി കഴിഞ്ഞാൽ മരിക്കുന്നവരെ വില്ലൻ തന്നെയാണ്. അതാണ് ഈ മലയാള സിനിമയുടെ ഒരു ശാപം. അപ്പോൾ ഈ പറയണ മച്ചാൻ വർഗീസ് വളരെ പ്രധാനപ്പെട്ട പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. തെങ്കാശിപ്പട്ടണം, തിളക്കം, ഇൻസ്പെക്ടർ ഗരുഡ്, പഞ്ചാബി ഹൗസ്, CID മൂസ, രസികൻ, ചതിക്കാത്ത ചന്തു, ക്രേസി ഗോപാലൻ, കാബൂളിവാലയിലാണ് മൂപ്പർക്ക് ഒരു ചെറിയ റോള് കിട്ടിയിട്ട് മൂപ്പര് തുടക്കം വെച്ചത്. അവിടെ നിന്നാണ് ചെറിയ റോളിലേക്കിന് അങ്ങനെ ഒരു ചെറിയ റോള് കിട്ടിയപ്പോൾ അതുമ്മ പിടിച്ച് കയറിയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ കൊച്ചി എളമക്കര സ്വദേശിയാണ് മൂപ്പര്. കലാഭവനിൽ നിന്നാണ് മൂപ്പരെ തുടക്കം. എല്ലാവരും കലാഭവനിൽ നിന്നാണ് തുടക്കം. അപ്പോൾ ഈ കാബൂളിവാലയിൽ ആ ചെറിയ റോള് കിട്ടിയിട്ട് അതിൽ നിന്ന് ചവിട്ടി പിടിച്ച് വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം ഒരു വീട് വയ്ക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വീട് വയ്ക്കാൻ തന്നെ മൂപ്പർക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മൂപ്പര് ഒരു സ്ഥലം മേടിച്ച് മൂപ്പര് വീട് വെച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ആ വീട്ടിൽ മൂപ്പർക്ക് സമാധാനമായിട്ട് കുറേ നാൾ കഴിയാനായിട്ടുള്ള ഇത് വന്നില്ല. അസുഖം വന്ന് കിടപ്പിലായപ്പോൾ മൂപ്പരെ ആശുപത്രിയിലെ ഭയങ്കര ചിലവ് വന്നിട്ടുണ്ട്. ആശുപത്രിയിൽ പെട്ടെന്ന് 3 ലക്ഷം രൂപ അടയ്ക്കാൻ പറ്റാണ്ട് മൂപ്പര് മക്കൾ കിടന്ന് ഓടി നടന്നിട്ടുണ്ട്. അപ്പോൾ മൂപ്പർക്ക് ആ സഹായത്തിനായിട്ട് മമ്മൂട്ടി, മോഹൻലാൽ, ലാൽ ജോസ്, അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖിലെ ലാല്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ സംഘടന ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ നടനായാലും വലിയ നടന് കിട്ടുന്ന എല്ലാ സ്നേഹങ്ങളും എല്ലാ നടന്മാരെയും ഇന്ന് കിട്ടേണ്ടുള്ള കാരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ നല്ല വലിയ മനസ്സിനെ ഉടമയായ കാരണമാണ്.
ആരും ദ്രോഹിക്കാനോ ആരും കുശുമ്പുത്താനോ കിട്ടിയ റോള് അത് ചെറുതായാലും വലുതായാലും അത് ഭംഗിയായി അഭിനയിച്ച് പോകാന്നുള്ളത് മാത്രമാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാൻ വർഗീസിന് മാത്രമുള്ളൊരു പ്രത്യേകത അത്. മച്ചാൻ വർഗീസിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചാർലി ചാപ്ലിനെ ഓർമ്മ വരും. ചാർലി ചാപ്ലിയായിട്ട് അഭിനയിക്കാനും പറ്റിയ ആളാണ് മൂപ്പര്. പക്ഷെ അതുപോലും ആൾക്കാർ മൂപ്പര് അഭിനയത്തിലും ഒരുപാട് ചാർലി ചാപ്ലിനെ വളരെ ഓരോ മെമ്മറിസങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ തന്നെ അങ്ങേരി തന്നെയാണ്. അപ്പോൾ ഈ ചാർലി ചാപ്ലിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് മൂപ്പര് അഭിനയം പോയത്. പക്ഷെ ആ അഭിനയം കൂടുതൽ കൊണ്ടുപോകാനോ കൂടുതൽ നമുക്ക് അനുഭവിക്കാനോ യോഗം കിട്ടിയില്ല. ഇത്ര നമുക്ക് പറയാനുള്ളതിൽ എന്തായാലും മച്ചാൻ വർഗീസിന് എൻ്റെ കുടുംബക്കാർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം.